ഇനി നമുക്ക് നോക്കാനുള്ളത് മിക്സഡ് ബാങ്കിങ് ആണ്. മിക്സഡ് ബാങ്കിങ് എന്ന് പറയുമ്പം ഇറ്റ്സ് എ ബാങ്കിങ് ഇൻ വിച്ച് ഡെപ്പോസിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് ടേക്സ് പ്ലേസ് സൈമൾട്ടേനിയസ്ലി. ഡെപ്പോസിറ്റും ഇൻവെസ്റ്റ്മെന്റും എന്താണ്, സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന ബാങ്കിങ് ആണ് മിക്സഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് ഡുവൽ ഫങ്ഷനിങ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്കിങ് എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, ഇനി ചെയിൻ ബാങ്കിങ് ആണ്. മിനിമം 3 ബാങ്കുകളാണ് ചെയിൻ ബാങ്കിങ്ങിന് വേണ്ടത്. ഇറ്റ് ഈസ് എ ബാങ്കിങ് ഇൻ വിച്ച് a group of minimum 3 banks held together by a group of people to carry out effective banking activities. Okay, റവന്യൂ എങ്ങനെയാണ് ഇവിടെ മാക്സിമൈസ് ചെയ്യും, എങ്ങനെ ആക്ടിവിറ്റീസിന്റെ ഓവർലാപ്പ് അവോയ്ഡ് ചെയ്തുകൊണ്ട്. ഇനി അടുത്തത് റിലേഷൻഷിപ്പ് ബാങ്കിങ്. ഓരോ ഇൻഡിവിജ്വൽ കസ്റ്റമറിനും ഏറ്റവും പ്രയോറിറ്റി നൽകിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങളും നീഡ്സും തിരിച്ചറിഞ്ഞ് ബാങ്കിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് ബാങ്കിങ് എന്ന് മീൻ ചെയ്യുന്നത്. Such banks provide service as per the capacity of their clients. അവരുടെ ക്ലയൻസിന്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് ഇവർ എന്ത് ചെയ്യുന്നത്, സർവീസ് റെൻഡർ ചെയ്യുന്നത്. ഇനി അടുത്തത് കറസ്പോണ്ടന്റ് ബാങ്കിങ് ആണ്. ഈ കറസ്പോണ്ടന്റ് ബാങ്കിങ് എന്ന് പറയുമ്പം ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ടാണ് ഈ കറസ്പോണ്ടന്റ് ബാങ്കിങ്ങിനെ എല്ലാവരും കണക്കാക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ഫിസിക്കൽ പ്രസൻസ് അതല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഒരു ഹോം ബാങ്കിന് ഒരു ബാങ്കിങ് ഏജന്റ് ആയിട്ടാണ് ഈ കറസ്പോണ്ടന്റ് ബാങ്കിങ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് മെർച്ചന്റ് ബാങ്കിങ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബാങ്കിങ് ആൻഡ് കൺസൾട്ടൻസി സർവീസസ്. It provides consultancies to its clients for financial, marketing, managerial and legal matters. ഈ കാര്യങ്ങൾക്കെല്ലാം മെർച്ചന്റ് ബാങ്കിങ് എന്ത് ചെയ്യും, ഇത് കൊടുക്കും. ഇനി ഹോൾസെയിൽ ബാങ്കിങ്. ഹോൾസെയിൽ ബാങ്കിങ് എന്ന് പറയുമ്പം ഇറ്റ്സ് എ ബാങ്കിങ് സർവീസ് സോൾഡ് ടു ലാർജ് ക്ലയൻസ് സച്ചസ് അതൊരു മറ്റ് ബാങ്കുകളാകാം, അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം, അതല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസീസോ ലാർജ് ബിസിനസ് എൻറ്റിറ്റീസോ ആകാം. എന്താണ്, ബാങ്കിങ് സർവീസസ് ലാർജ് ക്ലയൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ഹോൾസെയിൽ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇനി റീറ്റെയിൽ ബാങ്കിങ് എന്ന് പറയുമ്പം ഇതിനെ നമ്മൾ പേഴ്സണൽ ബാങ്കിങ് അല്ലെങ്കിൽ കൺസ്യൂമർ ബാങ്കിങ് എന്നും പറയും. സ്മോൾ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ സ്മോൾ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിന് ബാങ്കിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് റീറ്റെയിൽ ബാങ്കിങ്. അപ്പോൾ ഹോൾസെയിൽ ബാങ്കിങ് എന്താണ്, റീറ്റെയിൽ ബാങ്കിങ് എന്താണ്, ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് ഒന്ന് ഓർത്ത് വെക്കുക. ഹോൾസെയിൽ ബാങ്കിങ് എപ്പോഴും ലാർജ് കമ്പനീസ്, മറ്റ് ബാങ്കുകൾ, ലാർജ് എൻറ്റിറ്റീസ് ഇങ്ങനെയുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പം ഈ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിനായിരിക്കും റീറ്റെയിൽ ബാങ്കിങ് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. ഇനി യൂണിവേഴ്സൽ ബാങ്കിങ്. ഈ യൂണിവേഴ്സൽ ബാങ്കിങ് എന്ന ആശയം സൃഷ്ടിച്ചത് RH ഖാൻ കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയുടെ പേര് ഓർത്ത് വെക്കുക, RH ഖാൻ കമ്മിറ്റി. ഈ ഒരു ബാങ്കിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത്, banks are allowed to undertake all types of financial activities regarding banking or development in accordance with the statutory and other requirements of RBI. ഇനി അടുത്തത് ഇസ്ലാമിക് ബാങ്കിങ്. ഇസ്ലാമിക് ബാങ്കിങ് പ്യൂർലി ഇസ്ലാമിക് ലോസ് അല്ലെങ്കിൽ ശരീഅത്ത് നിയമത്തിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. ഇസ്ലാം ലോയിൽ ഒരിക്കലും പലിശ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുപോലെ പലിശരഹിത ബാങ്കിങ് ആയിരിക്കും ഈ ഇസ്ലാമിക് ബാങ്കിങ്ങിന്റെ ഏറ്റവും വലിയ സവിശേഷത. മണി ലെൻഡ് ചെയ്താലും ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്താലും എന്തുണ്ടാവില്ല, ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഇസ്ലാമിക് ബാങ്കിങ്ങിന് ഉണ്ടാവില്ല. ഓക്കെ, ഇനി ബാങ്കിങ് സെക്ടറിൽ റിസ്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എപ്പോഴും ഒരു ബിസിനസ് ആകുമ്പോൾ നമുക്ക് റിസ്കുകൾ വളരെ ക്രൂഷ്യലാണ്. നമുക്ക് ആ റിസ്കുകൾ എന്തൊക്കെയാണെന്നൊന്ന് ചെക്ക് ചെയ്യാം. ക്രെഡിറ്റ് റിസ്ക്. ഇപ്പൊ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുമ്പം ഒരു ബാങ്ക് ഒരാൾക്ക് ഫണ്ട് കൊടുത്തു, ലോൺ കൊടുത്തു. ആ പർട്ടിക്കുലർ വ്യക്തി ആ റീപേയ്മെന്റ് എമൗണ്ടും ഇൻട്രസ്റ്റും തിരിച്ചടയ്ക്കുന്നതിൽ ഫെയിലിയർ വരുത്തി, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ റീപേയ്മെന്റ് നടന്നിട്ടില്ല. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന റിസ്കുകളെയാണ് ആ ബാങ്കിന് അപ്പോൾ ഫിനാൻഷ്യൽ ലോസ് സംഭവിക്കാം ഇൻ കേസ് ആ വ്യക്തിക്ക് റീപേയ്മെന്റ് കപ്പാസിറ്റി നഷ്ടപ്പെടുകയാണെങ്കിൽ. അതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. It is the probability of a financial loss resulting from a borrower's failure to repay a loan. Okay, credit risk may arise due to loans, failure of credit card payment, acceptance, etc. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ്, അതല്ലെങ്കിൽ എന്തെങ്കിലും എഡ്യൂക്കേഷണൽ ലോൺ, അതല്ലെങ്കിൽ പേഴ്സണൽ ലോണൊക്കെ എടുത്തിട്ട് റീപേയ്മെന്റ് ചെയ്യാതിരിക്കുമ്പോൾ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവുന്ന നഷ്ടത്തിനെയാണ് നമ്മൾ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. മാർക്കറ്റ് റിസ്ക് എന്ന് പറയുമ്പം മാർക്കറ്റിലുണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക്സിനുണ്ടാവുന്ന ലോസസ്, അതല്ലെങ്കിൽ അവർക്ക് ഗെയിൻ ആകുമോ ലോസ് ആകുമോ അങ്ങനെയുള്ള ഒരു റിസ്കുകളെയാണ് മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്.
ബിസിനസ് റിസ്ക് എന്ന് പറയുമ്പം ഒരു ബാങ്ക് അവരുടെ ലോങ് ടേം സ്ട്രാറ്റജി ഫോം ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും പാകപ്പിഴ വന്നിട്ട് അതല്ലെങ്കിൽ ആ ടൈമിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും അൺഫോർസീൻ ഇവന്റ്സ് വന്നിട്ട് ഉണ്ടാവുന്ന റിസ്കുകളെയാണ് എന്തെന്ന് പറയുന്നത് ബിസിനസ് റിസ്ക്. അങ്ങനെ സെക്യൂരിറ്റി റിസ്ക് ഉണ്ട്. അവരുടെ സൈബർ സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോഴാണ്, ക്രെഡൻഷ്യൽസിനൊക്കെ ത്രെട്ട് വരികയോ ഹാക്കിംഗ് സംഭവിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് സെക്യൂരിറ്റി റിസ്ക് ഉണ്ടാവുന്നത്. അടുത്തത് കംപ്ലയൻസ് റിസ്ക് ഉണ്ട്. ലീഗൽ കംപ്ലയൻസ് കറക്റ്റ് ടൈമിൽ പ്രോപ്പർ ടൈമിൽ ഡേറ്റ ലീഗലി രജിസ്റ്റർ ചെയ്യാതിരിക്കുക, അതല്ലെങ്കിൽ RBIക്ക് ആവശ്യമുള്ള ഡേറ്റ പ്രോപ്പർ ടൈമിൽ പ്രൊവൈഡ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കംപ്ലയൻസ് റിസ്ക് അല്ലെങ്കിൽ ലീഗൽ റിസ്കിനെയാണ് നമ്മൾ കംപ്ലയൻസ് റിസ്ക് എന്ന് പറയുന്നത്. ഇനി മറ്റു റിസ്കുകളാണ് ഓപ്പറേഷണൽ റിസ്ക് എന്നുണ്ട്. ഇന്റേണൽ പ്രൊസീജിയറിൽ എന്തെങ്കിലും ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് വരെയാകാം, ഇന്റേണൽ പ്രൊസീജിയറിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും പാഴ്ചകൾ ഉണ്ടാവുന്ന റിസ്കുകളാണ് ഓപ്പറേഷണൽ റിസ്ക്. റെപ്യൂട്ടേഷണൽ റിസ്ക്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവരുടെ ഗുഡ് വില്ലിന് ഉണ്ടാവുന്ന റിസ്ക് ആണ് റെപ്യൂട്ടേഷണൽ റിസ്ക്. ലിക്വിഡിറ്റി റിസ്ക്, മോറൽ ഹസാർഡ്. അപ്പം എന്തൊക്കെ റിസ്കുകളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? മാർക്കറ്റ് റിസ്ക് ഉണ്ട്, ക്രെഡിറ്റ് റിസ്ക്, മോറൽ റിസ്ക്, ലിക്വിഡിറ്റി റിസ്ക്, ബിസിനസ് റിസ്ക്, കംപ്ലയൻസ് റിസ്ക്, ഓപ്പറേഷണൽ റിസ്ക്, റെപ്യൂട്ടേഷണൽ റിസ്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.